വെൽക്കം ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആൻഡ് വി ആർ ബാക്ക് വിത്ത് അനദർ വീക്കെൻഡ്. ഇപ്പോൾ ഇവിടെ വീണ്ടും ഒരു ശനിയും ഞായറുമായി. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് നമുക്ക്. പക്ഷേ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഉള്ളടക്കം എന്ന് പറയുന്നത് ഹൗ യു ക്യാൻ ടേക്ക് കെയർ ഓഫ് യുവർ പെറ്റ്സ് ഇൻ ദുബായ്. അല്ലെങ്കിൽ നിങ്ങൾ ദുബായിൽ ഒരു പെറ്റിനെ വളർത്തുമ്പം നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. ഞങ്ങൾക്ക് ഇവിടെ 2 പൂച്ചക്കുട്ടികളുണ്ട്. ഒരാൾ കൊക്കോ, ഹീസ് 1. പിന്നെ ഒരാളുള്ളത് സാഷ. ഇവിടെ എവിടെയോ ഉണ്ട്. ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് അവരെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തിനെയും കൊണ്ട് ഫിസിയോതെറാപ്പിക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കുറച്ച് ഗ്രൂമിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആസ് ഓൾവേസ് 11:25 നമ്മൾ അവിടെ എത്തേണ്ടത് ആദ്യൻ്റെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട്. ഓൾറെഡി ലേറ്റായി. ഇവിടെ ബർഷയിൽ തന്നെയാണ്. പക്ഷെ എന്നാലും എനിക്കിങ്ങനെ എടിപിടി എന്ന് പറഞ്ഞ് പോകാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. എനിക്ക് ഭയങ്കര സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് ഒക്കെ ആയിട്ട് വേണം പോകാൻ. പക്ഷേ എൻ്റെ ഭർത്താവ് നേരെ തിരിച്ചിട്ടാണ്. ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു സമാധാനം വരില്ല. അപ്പോൾ ഞാനിങ്ങനെ ഫാസ്റ്റായിട്ട് പറഞ്ഞ വേഗം ഇത് എടുത്തിട്ട് തീർത്തിട്ട് ഓടേണ്ടതുകൊണ്ടാണ്. അപ്പോൾ ബാക്കി നമുക്ക് കാറെന്ന് പറയാം. പോ. ഇന്നൊരു ലോങ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ദോശ ഉണ്ടാക്കാൻ ശ്രമിച്ചത് അട്ടർ ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. യൂഷ്വലി എൻ്റെ ദോശ ഇത്ര ദുരന്തമാവാറില്ല. പക്ഷേ ഇന്നെന്തോ സമയത്തിൻ്റെ പരിമിതി മൂലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, എന്തോ സംഭവിച്ച് എൻ്റെ ഒരു ദോശ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ദോശ ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇന്നൊരു എൻ്റെ ഒരു ക്വിക്ക് 10 minutes മേക്കപ്പ് ഒക്കെ ഷൂട്ട് ചെയ്ത് ഇടാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എൻ്റെ സമയം ഉണ്ടായിട്ടില്ല. എല്ലാം ഇടിപിടി എന്നായതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ റെഡിയായി ഓടിപ്പോയി ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പോകാനുണ്ടായത് ആദ്യയുടെ ഫിസിയോതെറാപ്പി സെഷന് വേണ്ടിയിട്ടായിരുന്നു. എന്തിനായി ഫിസിയോതെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 ആദ്യം ചെറുതായിട്ടൊന്ന് തലയും കുത്തി താഴെ വീണിട്ടുണ്ടായിരുന്നു. ആ ചെറുതായ വീഴ്ചയിൽ വന്ന പരിക്കുകൾ കുറച്ച് വലുതായിരുന്നു. വെർട്ടിബ്രേ ഫ്രാക്ചറും കോളബോൺ ഫ്രാക്ചറും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യക്ക്. അതൊക്കെ പ്രോപ്പറായി ഹീലായിട്ടുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ കൂടെ വന്ന ഈ ബാക്ക് പെയിന് അത്ര പെട്ടെന്നൊന്നും ആദ്യക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇതൊന്നും അല്ലാണ്ട് ആദ്യക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു ഫിറ്റ്നസ്സും ജിമ്മും ഒക്കെ. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ആൾക്ക് അതൊക്കെ കുറച്ചധികം കാലമായിട്ട് നിർത്തി വെക്കേണ്ടി വന്നു. കാരണം ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഡോക്ടർ ഇനി മുതൽ എന്താ പറഞ്ഞത്, ആക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യാനും പിന്നെ വീക്ക്ലി 2 ഇനി സെഷൻസ് ഉണ്ട് ഫോർ ഐ തിങ്ക് നെക്സ്റ്റ് കപ്പിൾ ഓഫ് വീക്സ്. ഇനി ഫുഡ് കഴിക്കാൻ പോവുക. അത് കഴിഞ്ഞിട്ട് വേണം സാഷേൻ്റെ കൊക്കോയുടെയൊക്കെ ഗ്രൂമിങ്ങും പരിപാടികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. സോ ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. എനിക്ക് നല്ല നാടൻ ഫിഷ് മീൽസ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിട്ട് നമ്മൾ ബർഷയിലുള്ള നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കുറേ കാലത്തിന് ശേഷം കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നല്ല വിശപ്പുള്ളതുകൊണ്ടോ ഒന്നും അറിയില്ല, ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പൊതുവേ ഇവരുടെ ഫുഡ് നല്ലതാണ്. വെറ്റിൻ്റെ അടുക്ക കൊണ്ടുപോകാമെന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. കാരണം ഈ ഒരു ബാഗ് കാണുമ്പോൾ തന്നെ 2 വഴി കൂടും. അപ്പോൾ കൊക്കോനെ പിടിക്കാൻ കുറച്ചധികം പാടാണ്. സാഷനെ പെട്ടെന്ന് കിട്ടും. പക്ഷേ കൊക്കോനെ പിടിക്കണമെങ്കിൽ നമ്മൾ അല്ലറ ചില്ലറ തട്ടിപ്പ് ഉടായ്പൊക്കെ കാണിച്ച് അവനെ ഏത് മാളത്തിലാണ് അവൻ കയറി വിളിക്കുന്നത് അവിടെ നിന്നൊക്കെ കൊണ്ടുവരണം. ഇവൻ്റെ ഈ അലർച്ച കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും നമ്മളിവനെ കൊല്ലാൻ കൊണ്ടുപോകാമെന്ന്. പക്ഷേ ഇവൻ്റെ നഖവും മുടിയൊക്കെ വെട്ടി ഇവനെ സുന്ദര കുട്ടപ്പനാക്കാനാ കൊണ്ടുപോകുന്നത് ഇവനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. കൊക്കോന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം ഈ ബാഗിൽ അവനെ പൂട്ടിയിടുക എന്നുള്ളത്. അപ്പോൾ ഇത് തുറന്ന് അവനെ പുറത്തിറക്കുന്നവരെ അവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ സാഷ നേരെ മറിച്ചിട്ടാണ്. സാഷ ഭയങ്കര ചിൽ, കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് എവിടെ വെച്ചോ അവിടെ മിണ്ടാണ്ടിരുന്നോളൂ. നമ്മുടെ വീടിൻ്റെ തന്നെ അടുത്തുള്ള ഒരു ഗ്രൂമിങ് സെൻറ്ററിലായിരുന്നു നമ്മൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നത്. ഇവിടെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ വരുന്നത്. ഇതിനു മുമ്പൊക്കെ നമ്മൾ ഷാർജയിലും പിന്നെ ഇൻ്റർനാഷണൽ സിറ്റിയിലും ഒക്കെ ആയിരുന്നു ഇവരെ ഗ്രൂമിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ പെറ്റ് ഗ്രൂമിങ് മാത്രമല്ല പെറ്റ് ബോർഡിങ് സർവീസും അവൈലബിൾ ആയിരുന്നു പട്ടിക്കും പൂച്ചകൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ കുറേ പട്ടികളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ നമ്മൾ അടുത്തോട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്ന പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് നാട്ടിൽ ഓറിയോ എന്ന് പറയുന്നൊരു പട്ടിയുണ്ട് ആദ്യക്ക്. അപ്പോൾ അവിടെ ഉള്ളൊരു ചെറുതിനെ കാണുമ്പോൾ എനിക്ക് ഓറിയോനെ ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു. കുറേ നേരം നമ്മളവിടെ ഇരുന്ന് അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ കുറച്ച് കളിച്ചു. പിന്നെ ഭയങ്കര കോയിൻസിഡൻ്റലായിട്ട് ആദ്യയുടെ നാട്ടിലുള്ള ഓറിയോനെ പോലത്തെ ഒരു പട്ടി ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ പേര് ഓറിയോ എന്നായിരുന്നു. അപ്പോൾ അതിന് ഞാൻ എടുത്തപ്പോൾ കൊക്കോന് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ബൊമ്മക്കുട്ടീനെ പോലത്തെ പട്ടീനെ കണ്ടപ്പോൾ എനിക്ക് ഇനി വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോയാലോ എന്ന് വരെ തോന്നിയിട്ട്
അത്രയ്ക്കും ക്യൂട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സുന്ദരി കുട്ടിയെ സാഷേനെ ഞങ്ങൾ മുട്ടക്കുട്ടിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം വേറൊന്നുമല്ല, സാഷ ഷോർട്ട് ഹെയർ ബ്രീഡ് ആണെങ്കിൽ കൂടിയിട്ടും സമ്മർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഷെഡിങ് ആയിരുന്നു സാഷയ്ക്ക്. അപ്പോൾ ഈ ഹെയർ ഒക്കെ അവളെ ലിക്ക് ചെയ്തിട്ട് ഹെയർ ബോൾസ് വൊമിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹെയർ ഷോർട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ UAE-ൽ ഒരു പെറ്റിനെ വളർത്തുന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ സ്റ്റാർട്ടിങ് ഫ്രം എന്താ പറയുക, നിങ്ങളൊരു പെറ്റിനെ കൊണ്ടുവരുന്നത് മുതൽക്ക് ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ്, നമ്മൾ ഒരു പെറ്റിനെ ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു ബ്രീഡറിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ബ്രീഡിംഗ് ഹോമിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ കൂടിയിട്ടും മേക്ക് ഷുവർ ദാറ്റ് ഒരു 60 days കഴിഞ്ഞിട്ടേ നിങ്ങൾ പെറ്റിനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുള്ളൂ എന്നുള്ളത്. അത് ബി ഇറ്റ് ക്യാറ്റ് ഓർ ഡോഗ്. എനിക്ക് ബാക്കിയുള്ളതിനെ പറ്റി അറിയില്ല. എനിക്ക് ആ കൂടി അറിയുന്നത് പട്ടീനെയും പൂച്ചേനെയും കുറിച്ചിട്ടാണ്. കാരണം നാട്ടിൽ ഞാൻ പട്ടീനെ വളർത്തിയിരുന്നു. ഇപ്പം എൻ്റെ അമ്മയാണ് അതിന് നോക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് 2 പൂച്ചയുണ്ട്. 60 days കഴിഞ്ഞിട്ടേ നിങ്ങളൊരു എന്താ പറയുക, ഒരു കിറ്റൺ ആയാലും അല്ലെങ്കിൽ ഒരു പപ്പീനെ വീട്ടിൽ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഫസ്റ്റ്ലി ഇറ്റ് എന്താ പറയുക, അത്രയും കാലമെങ്കിലും ആ ഒരു പപ്പി അല്ലെങ്കിൽ ആ ഒരു ലിറ്ററിന് മദേഴ്സ് മിൽക്ക് അല്ലെങ്കിൽ മദേഴ്സ് ഫീഡിങ് ഉണ്ടാവണം. അത് അവരുടെ ഇമ്മ്യൂണിറ്റിക്കും മറ്റുള്ള അവരുടെ ഒരു ഗ്രോത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്താ പറയുക ഒരു ആപ്റ്റ് ലെവലിൽ കിട്ടണമെങ്കിൽ ആ ഒരു 60 days ടൈം ഫ്രെയിം കഴിയണം. നെക്സ്റ്റ് വരുന്നത് അവർക്ക് എടുക്കേണ്ട വാക്സിനേഷൻസ് ആണ്. അപ്പം നമ്മുടെ ക്യാറ്റിന് നമ്മൾ കിറ്റൺ ആവുമ്പം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അത് 6 to 8 weeks, 10 to 12 weeks, പിന്നെ 14 to 16 weeks, പിന്നെ റെസ്റ്റ് ഓഫ് ദ ലൈഫ്. അങ്ങനെയാണ് ആ വാക്സിനേഷൻ്റെ ആ ഒരു ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വാക്സിൻ എന്ന് പറഞ്ഞാൽ FERCP അങ്ങനെ പറഞ്ഞിട്ടൊരു വാക്സിൻ ഉണ്ട്. പിന്നെ റേബീസ് വാക്സിൻ, പിന്നെ ഹെർപ്പസ് വൈറസിന്റെ ഒരു വാക്സിൻ. അതിന്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ സൈഡിൽ ആ വാക്സിൻസിന്റെ പേരുകൾ കൊടുക്കാം, മാൻഡേറ്ററി ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് 2 വാക്സിൻസ് എന്ന് പറയുന്നത് പാർവോ വൈറസ്, അങ്ങനത്തെ ചില വൈറസസിന്റെ ഒക്കെ എന്താ പറയുക അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലാസ്റ്റ് കൊടുക്കുന്നതാണ്, നമ്മൾ കിറ്റൺ ആവുമ്പോൾ കൊടുക്കുന്ന ലാസ്റ്റ് വാക്സിൻ ആണ് ഈ റേബീസ് വാക്സിൻ. അത് നമ്മൾ റെസ്റ്റ് ഓഫ് ദ ലൈഫ് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ വർഷവും ഈ പറയുന്ന വാക്സിൻ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ വാക്സിനേഷൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഡീവോമിംഗ് എന്ന് പറയുന്നത്. അത് അവരുടെ ഗട്ട് ക്ലിയറൻസും പിന്നെ അതുപോലെ തന്നെ അവരുടെ ഡൈജഷനും ഒക്കെ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട് നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഡീവോമിംഗ് എന്ന് പറയുന്നത് നമുക്ക് പെറ്റ് ക്ലിനിക്കിൽ തന്നെ പോയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അൺലൈക്ക് വാക്സിനേഷൻ നമ്മൾ എന്തായാലും പെറ്റ് ക്ലിനിക്കിൽ തന്നെ പോയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ ഡീവോമിംഗ് നമുക്ക് ഒരു വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടാബ്ലറ്റ് കിട്ടും. നമ്മൾ ഈ പെറ്റ് സ്റ്റോഴ്സിലൊക്കെ ഉണ്ടാവും തോന്നുന്നു. നമ്മൾ യൂഷ്വലി വെറ്റ് ക്ലിനിക്സിൽ നിന്നാണ് ആ ഡീവോമിങ്ങിന്റെ ടാബ്ലറ്റ് വാങ്ങുക. ആൻഡ് എവറി 3 months യു ജസ്റ്റ് ഹാവ് ടു ഗിവ് ഇറ്റ് യുവർ ക്യാറ്റ്. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പെറ്റ് പാസ്പോർട്ട് അല്ലെങ്കിൽ എന്താണ് അവരുടെ വാക്സിനേഷൻ കാർഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഏത് വെറ്റ് ക്ലിനിക്കിൽ നിന്നാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ കിറ്റനോ അല്ലെങ്കിൽ ക്യാറ്റിനെയോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന അവർ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബുക്ക് തരും. അപ്പോൾ ഇതിനകത്ത് അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ അവരുടെ ഫോട്ടോ ഇവിടെ ഒട്ടിക്കാം. ഇപ്പോൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എ ഫോട്ടോ ഓഫ് ദം. നമ്മൾ ഇതുവരെ സാഷനെയും കൊക്കോനെയും കൊണ്ട് എവിടെ അങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല. സോ വി ഡോണ്ട് ഹാവ് ദ ഫോട്ടോ. പിന്നെ ബേസിക് ഡീറ്റെയിൽസ്, അവരുടെ പേര്, അവർ ഏത് ബ്രീഡാണ്, മെയിലാണോ ഫീമെയിലാണോ, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഉണ്ടാവും. പിന്നെ the most important thing for having a pet here in UAE is to register it under municipality and to have it microchip. ഇത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതും ബേസിക്കലി അതിൻ്റെ ഓണർ ആരാണ്, ഇൻ കേസ് ഇപ്പോൾ അത് ലോസ്റ്റ് ഒക്കെ ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇഫ് സംബഡി ഈസ് ഡംപിങ് ദ കാറ്റ്സ് ഓർ ദ ഡോഗ്സ് എനിവെയർ, ഇതിനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈക്രോചിപ്പിംഗ്. ഇത് അത്ര എന്താ പറയുക, ഇറ്റ്സ് നോട്ട് എ വെരി ടീഡിയസ് പ്രോസസ്സോ അല്ലെങ്കിൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സ് ഒന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് ഒരു ചെറിയൊരു നീഡിൽ വെച്ചിട്ട് ആ ഒരു മൈക്രോ ചിപ്പ് നമ്മുടെ ഓണറിൻ്റെ പേരും അവരുടെ നമ്പറും വെച്ചിട്ടുള്ള ഒരു സീരിയൽ നമ്പർ, ഒരു കുഞ്ഞു ചിപ്പ് നമ്മുടെ പൂച്ചയുടെയോ അല്ലെങ്കിൽ പട്ടിയുടെയോ ബിഹൈൻഡ് ദ നെക്ക് വെക്കുന്നതാണ്. സോ അത് ഒരു 6 months ഒക്കെ കഴിയുമ്പം തന്നെ നമുക്ക് വെറ്റിൻ്റെ അവിടെ നമുക്ക് പറയും ഇത് ചെയ്യണം എന്നുള്ളത്. സോ അത് ചെയ്യാതെ നമ്മൾ പെറ്റിനെ ആക്ച്വലി വളർത്തുന്നത് ഇറ്റ്സ് ക്വൈറ്റ് റിസ്കി. ഇൻ കേസ് നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും എന്താ പറയുക ഒരു ചെക്കിങ്ങോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാതെ, അതായത് ആ ഒരു ലൈസൻസ് അണ്ടർ മുനിസിപ്പാലിറ്റി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ദേ മൈറ്റ് ബി എ ബിഗ് ഫൈൻ ഫോർ യു ഫോർ ഹോൾഡിംഗ് ദാറ്റ് പെറ്റ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെറ്റിന്റെ ഗ്രൂമിംഗ് ആണ്. ഗ്രൂമിങ്ങിന്റെ കാര്യം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീഡ് വൈസ് ആയിട്ടുണ്ടാവും. പക്ഷെ അതിനകത്ത് മാൻഡേറ്ററി അല്ല, പക്ഷെ എന്താ പറയുക ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നന്നായി ഇരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഇയർ ക്ലീനിങ്, പിന്നെ അവരുടെ ഐസിന്റെ സൈഡിൽ. കാരണം അവർക്ക് അവർ ഉറങ്ങുമ്പോൾ ഒക്കെ എന്താ പറയുക അവരുടെ ഒരു കണ്ണിൽ ഒരു
കച്ചറ ഉണ്ടാവും. എൻ്റെ നാട്ടിൽ അതിനെ അളി എന്നൊക്കെയാണ് പറയുക. എനിക്കൊന്ന് ആദ്യയുടെ അവിടെയൊക്കെ പീളാന്നാണ് പറയാം, കണ്ണിൻ്റെ ആ സൈഡിൽ വരുന്നത്, അവർ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് റെഗുലറായിട്ട് അത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ ഒരു മാർക്ക് വരും, ടിയർ ഡ്രോപ്പിൽ ഒരു മാർക്ക് വരും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ വെരി പ്ലസന്റ് തിങ് ടു സീ ഇൻ യുവർ പെറ്റ്. അപ്പം അത് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു വെറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ സാധാ ടിഷ്യൂവിനെ കുറച്ച് വെള്ളം നനച്ചിട്ട് നമുക്കത് ഡെയിലി ക്ലീൻ ചെയ്ത് കൊടുക്കണം. പിന്നെ എവറി 2 to 3 വീക്സ് കൂടുമ്പോൾ അവരുടെ നെയിൽസ് ട്രിം ചെയ്യുക. കാരണം അല്ലെങ്കിൽ ആ നെയിൽസ് ഭയങ്കര ഷാർപ്പ് ആവുമ്പം നമ്മുടെ സോഫയിലും അവിടെ ഇവിടെയൊക്കെ അവർ മാന്തി കയറുമ്പം കീറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ പൂച്ചകളെ അനുസരിച്ചിട്ട് ഇരിക്കും. ഇപ്പോൾ ഭയങ്കര ഹെയറി കാറ്റ്സ് ഒക്കെ ആണെങ്കിൽ, ലൈക്ക് ഒരു പേർഷ്യനോ അങ്ങനത്തെ കാറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവരെപ്പോഴും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഒരു പെറ്റിനെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസസ് എന്തെല്ലാമാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം എന്താ വാക്സിനേഷൻ നമുക്ക് 2 സ്ഥലത്തു നിന്ന് എടുക്കാം. ഒന്നിക്ക് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഔട്ട്സൈഡ് അല്ല, എന്താ പറയുക, പ്രൈവറ്റ് ക്ലിനിക്സ് നിന്ന് എടുക്കാം. പക്ഷെ പ്രൈവറ്റ് ക്ലിനിക്സ് നിന്ന് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഓൺ ദ എക്സ്പെൻസീവ് സൈഡ് ആയിരിക്കും ദാൻ എ മുനിസിപ്പാലിറ്റി. അതുപോലെ തന്നെ മൈക്രോ ചിപ്പിങ്, പിന്നെ അത് ഇറ്റ്സ് നോട്ട് വെരി എക്സ്പെൻസീവ്, പക്ഷേ എന്തായാലും ആറ്റ് ഓൾസോ കംസ് വിത്ത് എ കോസ്റ്റ്. പിന്നെ ഉള്ളൊരു സാധനം ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയത് ന്യൂട്രോ ചെയ്യുന്ന കാര്യങ്ങൾ, ന്യൂട്രോ അല്ലെങ്കിൽ സ്പേ ചെയ്യുന്ന കാര്യങ്ങൾ. ഇഫ് ഇറ്റ്സ് എ ഫീമെയിൽ യു ക്യാൻ സ്പേ ദം, ഇഫ് ഇറ്റ്സ് എ മെയിൽ യു ക്യാൻ ന്യൂട്രോ ദം. ഇത് ഡിപ്പെൻഡ്സ് വെദർ യു വോണ്ട് ടു ബ്രീഡ് യുവർ കാറ്റ് ഓർ നോട്ട്. നിങ്ങൾ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ എപ്പോഴും ഫീമെയിൽ കാറ്റ്സിനെ സ്പേ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇറ്റ് റെഡ്യൂസസ് ദ ചാൻസ് ഓഫ് ദം ഗെറ്റിംഗ് എ ഓവേറിയൻ ക്യാൻസർ. അപ്പോൾ അത് ചെയ്യാനും ഇറ്റ് വിൽ കോസ്റ്റ് യു എ ബിറ്റ് ഇഫ് യു ആർ ഗോയിങ് ടു ഡു ഫ്രം എ പ്രൈവറ്റ് ക്ലിനിക്. മുനിസിപ്പാലിറ്റിയിലൊക്കെ അതിന്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ലോവർ ആണ് ദാൻ യു കമ്പയർ ടു എ പ്രൈവറ്റ് ക്ലിനിക്. അപ്പൊ അത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമല്ല. സ്പേ ആൻഡ് ന്യൂട്രൽ ചെയ്യുന്നത് അത് നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളൊരു ഡിസിഷൻ ആണ്. അതിന് ഒരു എന്താ പറയാ, ഒരു മാൻഡേറ്ററി ആയിട്ടോ അല്ലെങ്കിൽ ഒരു നിർബന്ധമോ ഇവിടെ ഇല്ല. പിന്നെ വരുന്നത് അവരുടെ ഫുഡിന്റെ ഇതാണ്. അവർക്ക് നമ്മൾ എപ്പോഴും കാറ്റ്സിനെ ഇവിടെ വളർത്തുമ്പം ഡ്രൈ ഫുഡ് മാത്രമല്ലാതെ ഈ ക്യാനിൽ അവരുടെ വെറ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കിട്ടും. അപ്പൊ അതും നമ്മൾ അവർക്ക് എല്ലാ ദിവസവും കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഡ്രൈ ഫുഡ് മാത്രം കഴിക്കുമ്പം കിഡ്നി എന്താ പറയുക റിലേറ്റഡ് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ആർ പ്രോബബ്ലി ഹയർ. അപ്പൊ എപ്പോഴും നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഡ്രൈ ഫുഡും വെറ്റ് ഫുഡും രണ്ടും മിക്സ് ചെയ്തിട്ട് വേണം അവർക്ക് എപ്പോഴും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡിന്റെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് കാശ് നിങ്ങൾക്ക് എപ്പോഴും ഒരു മന്ത്ലി നമ്മൾ ഫുഡ് കഴിക്കുന്ന നമ്മുടെ ഗ്രോസറി ബില്ല് മാറ്റി വെക്കുന്ന പോലെ നിങ്ങളുടെ പെറ്റിനും ഒരു ഷെയർ ഓഫ് ഫുഡിന്റെ കാശ് നിങ്ങൾ മാറ്റി വെക്കേണ്ട വരും. പിന്നെ അവരുടെ ലിറ്റർ സാൻഡ് ക്രിസ്റ്റൽ, നിങ്ങൾ ഏതാണ് വേരിയസ് ടൈപ്സ് ഓഫ് എന്താ പറയാ തിങ്സ് ഉണ്ട് അവരുടെ ലിറ്റർ ബോക്സിലേക്ക് വേണ്ടത്. നമുക്ക് സാൻഡ് യൂസ് ചെയ്യാം, അല്ലാതെ ക്രിസ്റ്റൽസ് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഏതാണോ പ്രിഫർ ചെയ്യുന്നത് അതിനനുസരിച്ച് അവരുടെ ഒരു എന്താ പറയാ ആ ക്രിസ്റ്റലിന്റെ ഒരു എമൗണ്ട് ഉണ്ടാവും അത്. പിന്നെ വരുന്നത് അവരുടെ ബേസിക് കളിക്കാനുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് സ്ക്രാച്ച് പോസ്റ്റ്, പിന്നെ അവരുടെ കോമ്പ്, അങ്ങനത്തെ കാര്യത്തിന് അല്ലറ ചില്ലറ കാശ്. പിന്നെ വരുന്നത് ഈ ഗ്രൂമിങ്ങിന് ഉള്ളതാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താ പറയുക പെറ്റ് ഗ്രൂമിങ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അപ്പൊ അതിനും ഒരു അത് എല്ലാ മാസവും നമ്മൾ ചെയ്യുന്നതിൽ ഒരു 2 months ഒക്കെ കൂടുമ്പോൾ വേണമെങ്കിൽ യു കെൻ ഗിവ് ദം എ ബാത്ത്, ഹാവ് ദ നെയിൽസ് ക്ലിപ്ഡ്, ഇയർ ക്ലീൻഡ് ആൻഡ് ഓൾ. ഇൻ കേസ് യു ആർ ട്രാവലിംഗ് ആൻഡ് ദിസ് ഇസ് എന്താ പറയുക ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം പെറ്റ് ബോർഡിംഗ് ആണ്. ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പെറ്റിനെ എവിടെയെങ്കിലും ആക്കാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരും ഇല്ല അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുക്ക കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദ ലാസ്റ്റ് ഓപ്ഷൻ ഇസ് പെറ്റ് ബോർഡിംഗിൽ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പെറ്റ് ബോർഡിംഗ് പെർ ഡേ 50 dirhams ടു പെർ ഡേ 500 dirhams വരെ പെറ്റ് ബോർഡിങ്സിലൊക്കെ ഉണ്ട്. സോ അത് നോക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഒരു 30 days ഒക്കെ നിങ്ങളെ പെറ്റിനെ ഒരു പെറ്റ് ബോർഡിങ്ങിൽ ഇടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു കോസ്റ്റ് യു അലോട്ട്. അപ്പം നമ്മളൊരു ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വെക്കേഷൻ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ പെറ്റിനെ നല്ല രീതിക്ക് എവിടെയെങ്കിലും ആക്കാൻ വേണ്ടിയിട്ട് പെറ്റ് ബോർഡിങ്ങിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അതിനൊരു കാശ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക തന്നെ വേണം. സോ ഇതൊക്കെയാണ് അല്ലറ ചില്ലറയല്ല, അത്യാവശ്യം ഉള്ള ഒരു എന്താ പറയുക ഒരു മന്ത്ലി ബേസിസിലോ അല്ലെങ്കിൽ ഒരു 2 months ബേസിസിലോ നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ പെറ്റിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന കാശ്. പിന്നെ വല്ലപ്പോഴും അവർക്ക് അസുഖം ഒക്കെ വരുവാണെങ്കിൽ ഉണ്ടാവുന്ന മെഡിക്കൽ ബിൽസും വിച്ച് ഇസ് അഗൈൻ ഇറ്റ് വാരീസ് ഫ്രം 300 to 400 or even 500. അത് നിങ്ങളുടെ ക്ലിനിക് അനുസരിച്ചിരിക്കും.
ഈ പെറ്റിനെ വാങ്ങിക്കാന്ന് പറയുന്നത് ഇനീഷ്യലി നമുക്ക് ഭയങ്കര എന്താ പറയാ ഒരു ഫാൻസി ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കാം. എല്ലാരും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നു, അല്ലെങ്കിൽ വാട്സാപ്പിൽ സ്റ്റോറി ഇടുന്നു, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ കണ്ടു ഭയങ്കര ക്യൂട്ടാണ്, കുറെ ഫോട്ടോ എടുക്കാൻ കൊള്ളാം. എനിക്ക് അറിയുന്ന കുറെ ആൾക്കാർ അങ്ങനെ പെറ്റിന് ഒരു ഫാൻസിയുടെ പേരിൽ, എസ്പെഷ്യലി ഒരു കോവിഡ് ടൈം ആയ സമയത്ത് പെറ്റിനെ വാങ്ങിയിട്ട് പിന്നെ നോക്കാൻ പറ്റാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കൊടുത്ത ആൾക്കാരുണ്ട്. പെറ്റിനെ വാങ്ങിയിട്ട് വല്ലോരെയും കയ്യിൽ നോക്കാൻ കൊടുത്ത ആൾക്കാരെ എനിക്കറിയാം. ഞാനും നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ പെറ്റിനെ വാങ്ങി. എനിക്ക് ഇപ്പോഴും ഭയങ്കര കുറ്റബോധമാണ്. കാരണം ഇപ്പൊ അമ്മ ഒറ്റയ്ക്ക് അവിടെ നോക്കുന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം എനിക്കങ്ങനെ നോക്കാൻ പറ്റില്ല. പക്ഷെ എന്താ പറയാ, ഞാൻ നോക്കുന്നതിനേക്കാളും നല്ല പോലെ എന്റെ വീട്ടിൽ ചിലപ്പോൾ എന്നെ നോക്കുന്നുണ്ട്. എന്താ പറയാ, നമ്മളൊരു മോളെ പോലെയാണ് എന്റെ അച്ഛനും അമ്മയും അവളെ നോക്കുന്നത്. സോ ആ കാര്യത്തില് ഐ എം വെരി വെരി ലക്കി. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും ഇവിടെയും ആയിക്കഴിഞ്ഞാൽ സമ്മർ ടൈമിലൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസ് കാണുന്നു. ഡെസേർട്ടിലൊക്കെ ഒരുപാട് പൂച്ചേനെ ആൾക്കാർ കൊണ്ട് കളയുന്നു, പട്ടീനെ കൊണ്ട് കളയുന്നു. പെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈഫ് ടൈം കമ്മിറ്റ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് അതിന് റെഡി ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു പെറ്റിനെ കൊണ്ടുവരാൻ പാടുള്ളൂ. ആൻഡ് യു ഹാവ് ടു ബി റെഡി. നിങ്ങളുടെ കയ്യിൽ കാശില്ലാതെ ഒരു പെറ്റിനെ കൊണ്ടുവരുന്ന സ്നേഹം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെറ്റിനെ നിങ്ങൾക്ക് ഒരിക്കലും വളർത്താൻ പറ്റില്ല ഇവിടെ. കാരണം എവറിഥിങ് കംസ് വിത്ത് എ കോസ്റ്റ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇനഫ് സേവിങ്സോ അല്ലെങ്കിൽ ഇനഫ് മണി ഉണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ മാത്രമേ നിങ്ങളൊരു പെറ്റിനെ കൊണ്ടുവരാൻ പാടുള്ളൂ. അപ്പൊ നെക്സ്റ്റ് സ്റ്റോറി സാഷയുടെയും കൊക്കോനെയും പറ്റിയിട്ടാണ്. അപ്പൊ ഫസ്റ്റ് ഞങ്ങൾക്ക് വന്നത് സാഷയാണ്. സാഷ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞാൽ തിന്നുന്നത് സാഷനെ ഇങ്ങനെ ഇപ്പൊ കാണുന്ന നോക്കണ്ട. ഇപ്പൊ കാണുമ്പോ അതിന്റെ രോമൊക്കെ പോയി. കാരണം സമ്മർ ആയതുകൊണ്ട് സാഷയ്ക്ക് ഭയങ്കര മുടി ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുടിയൊക്കെ ഒന്ന് ഫുള്ള് ട്രിം ചെയ്തു. വാലിന്റെ ചിത്രപ്പണിയാണ് സാഷ സിനിമക്കുട്ടി. പക്ഷെ അല്ലാതെ ഇവിടെ ഒരു കറുത്ത മുത്താണ് ഞങ്ങള്. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് കാറ്റ് സാഷയും സെക്കൻഡ് കാറ്റാണ് കൊക്കോ. സാഷനെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. ആദ്യം കൊറോണ ടൈമിലായിരുന്നു സാഷനെ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചത്. ഐ തിങ്ക് 2020ലാണ്. സാഷാസ് ഇപ്പോൾ 4 years old. ആദ്യം ഒരു കാറ്റ് പേഴ്സണേ അല്ല, ഹി ഹാസ് ബീൻ എ ഡോഗ് പേഴ്സൺ ബിഫോർ സാഷ കെയിം. സാഷയാണ് അതിനൊരു ഈവൻ എ കാറ്റ് പേഴ്സൺ ആക്കി മാറ്റിയത്. സാഷ സ്കോട്ടിഷ് ഫോൾഡ് എന്ന് പറയുന്ന ബ്രീഡാണ്. പിന്നെ സാഷനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്, സാഷ ഭയങ്കര റിസർവ്ഡ് ടൈപ്പാണ്. സാഷ വളർന്നതൊക്കെ ഒറ്റ കുട്ടിയായിട്ടാണ് ടിൽ കൊക്കോ കെയിം. അപ്പോൾ സാഷയ്ക്ക് ഭയങ്കര രാജകീയമായ ലൈഫായിരുന്നു. ലൈക്ക് ഒരു 2 bedroom ഫ്ലാറ്റ്, എല്ലാം ചെയ്തു കൊടുക്കാൻ ആള്, ലോട്ട്സ് ഓഫ് ടോയ്സ്, കുറെ തരത്തിലുള്ള ഫുഡ്. കഴിഞ്ഞ വർഷം കിട്ടിയ മതി കൺമണിയാണ് കൊക്കോ. സാഷ ഇസ് എ ഫീമെയിൽ ആൻഡ് കൊക്കോ ഇസ് എ മെയിൽ. കൊക്കോ ഞങ്ങളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫാമിലിയാണ് അല്ല. അപ്പൊ കൊക്കോനെ ഞങ്ങൾ ആക്ച്വലി അഡോപ്റ്റ് ചെയ്തതാണ്. കൊക്കോ എന്ന് പറയുന്നത് ഒരു സ്ട്രേ കാറ്റ് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് ബ്രീഡൊന്നുമില്ല, ഒരു നോർമൽ സ്ട്രീറ്റ് കാറ്റ് ആണ്. ഇതിനെ ആദ്യത്തിന്റെ വെയർ ഹൗസിൽ നിന്ന് കിട്ടിയതാണ്. ചെറുപ്പത്തില് ഇവൻ എനിക്കൊന്ന് ഹാർഡ്ലി 4 months എന്തോ ഉണ്ടാവുമ്പോ ഒരിക്കൽ ഇതുപോലെ ആരുടെയോ കാറിന്റെ അടിയിൽ കണ്ടു. ഇപ്പൊ ഈ ഇരിക്കുന്ന കൊക്കോൻ 5 കിലോ ഉണ്ടെങ്കിലും അന്ന് അത്ര 800 gram എന്തോ ഉണ്ടായിരുന്നു. ഞാൻ കൊക്കോനെ ഞങ്ങൾക്ക് കിട്ടിയ സമയത്തുള്ള ഫോട്ടോ ഇവിടെ കൊടുക്കാം. ആ സമയത്ത് വേറെ പൂച്ചയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയതും മാന്ത് കിട്ടിയിട്ടും ഇങ്ങനെ കടിച്ചിട്ടൊക്കെ ഫുൾ പാടൊക്കെ ഇങ്ങനെ എല്ലും തോലും ആയിരുന്നു കൊക്കോ. അപ്പൊ ഒരു ദിവസം വളരെ യാദൃശ്ചികമെന്ന് പറയട്ടെ, കൊക്കോനെ ആളുടെ സെക്യൂരിറ്റി ഇങ്ങനെ പറഞ്ഞു, അന്ന് ഒരു പൂച്ചേനെ പറ്റി ചോദിച്ചിട്ടുണ്ടല്ലോ ഇവിടെ കറങ്ങിയിരുന്ന അത് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഫ്രൈഡേ ആയിരുന്നു. ഐ തിങ്ക് October 9th ഇഫ് ഐ എം നോട്ട് റോങ്. ഞാൻ അന്ന് ഷാർജയിൽ അച്ഛൻ്റെ കൂടെ താമസിക്കുന്നുണ്ട്. അപ്പൊ അന്ന് ഞാൻ ഇങ്ങനെ വീടെത്താൻ നിന്നപ്പോ ആദ്യം ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ സർപ്രൈസ് ആണ് ഒരു കാർഡ്ബോർഡ് ബോക്സിൽ ഒരു എന്താ പറയാ, ഒരു കയ്യിന്റെ ഇത്ര നീളമുള്ള ഒരു കുഞ്ഞു പൂച്ച. അതായിരുന്നു ഞങ്ങൾക്ക് കൊക്കോ. അങ്ങനെയാണ് ഞങ്ങൾക്ക് സാഷേനെയും കൊക്കോനെയും കിട്ടിയത്. ആൻഡ് ഹാവിങ് ദം അറൌണ്ട് മേക്സ് യുവർ ലൈഫ് മോർ ബ്യൂട്ടിഫുൾ. ഞാൻ ഇപ്പൊ എല്ലാവരും എൻ്റെ തന്നെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാവർക്കും ഈ കുട്ടികളൊക്കെ ഉള്ളതാണ്. അപ്പൊ അവരിങ്ങനെ കുട്ടികളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അയ്യോ ഇന്ന് കൊക്കോ അത് ചെയ്തു, കൊക്കോ ഇങ്ങനെ ഉറങ്ങുന്നതൊക്കെ പറയുമ്പോൾ അവരെന്നെ കളിയാക്കും. ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് തോന്നുന്നതൊക്കെ ഇവരുള്ളത് കൊണ്ടാണ്.
and I believe they made our life a bit more meaningful. ഞങ്ങൾക്ക് കുറച്ചും കൂടി ലൈഫ് ഹാപ്പിയർ ആക്കാൻ അവരൊരു വലിയ ഭാഗമാണ്, ആൻഡ് വി വുഡൻറ്റ് ഹാവ് ഇറ്റ് എനി അതർ വേ. I hope this video was very informative for everyone who wanted it. അല്ലേ അല്ലേ? Be a responsible pet parent. അല്ലേ? So I hope you enjoyed this video. I hope this has helped you. So till we meet you with another video. Para